ഏറ്റവും കൂടുതൽ ഏറ്റവും റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും വർക്ക് ചെയ്യുന്ന മേഖലയാണ് മെഡിക്കൽ മേഖല. പ്രത്യേകിച്ചും അവിടെ ഒരു നഴ്സ് അവർക്ക് വേണ്ട കമ്മിറ്റ്മെന്റ് എത്രത്തോളം അല്ലെങ്കിൽ അവർ അതിനകത്ത് എത്രയധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഇടയിലും സ്വന്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, അതിന്റെ പിറകെ അതിന് വേണ്ടി സമയം ഡിനോട്ട് ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടി രണ്ടുപേരാണ് നമ്മളോടൊപ്പം ഒന്നുള്ളത്. റോസി ആൻഡ് റസിയ, വെൽക്കം ടു ദിൽസേ 90.8 സ്വാഗതം. താങ്ക്യൂ. മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്, രണ്ടുപേരും നല്ല അസാധ്യ കലാകാരികളാണ് അല്ലേ? എന്താണ് വിശേഷങ്ങൾ? നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. നല്ല വിശേഷങ്ങളെ, സന്തോഷം, ഒരുപാട് സന്തോഷം. സന്തോഷമായി വിളിച്ചതിനും നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം തന്നെ ഒരു തൃശ്ശൂർക്കാരി. എവിടെയാണ് നാട്, എവിടെയാണ്, എന്താണ്? ഞാൻ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം. റസിയ പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, കുന്നംകുളത്ത്, വയലത്തൂര്. എത്ര കാലം ഇവിടെ? ഞാനൊരു 9 വർഷമായി ഇവിടെ. 3 വർഷം സൗദിയിൽ വർക്ക് ചെയ്തു, പിന്നെ ഇപ്പൊ ദുബായില്. 2013 തൊട്ടിട്ട് അതിൽ 6 വർഷം ഷെയ്ഖ് സൗദിന്റെ പാലസിലായിരുന്നു പ്രൈവറ്റ് നേഴ്സായി. അപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള മെഡിക്കൽ പ്രൊഫഷണൽസ് ആണ്. ആക്ച്വലി നമ്മള് റസിയും റോസിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചെറുപ്പത്തൊട്ടേയുള്ള ഇൻട്രസ്റ്റ് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ ആക്ടിങ് എന്നുള്ള ഒരു പാഷനാണ് അവരെ ഏറ്റവും പ്രൊഫഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് വേറെ തിരിയാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും പറ്റില്ല. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു വഴി? എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ പ്രവാസികളാണല്ലോ എല്ലാവരും. അപ്പൊ നമുക്ക് നമ്മളെ ജോബ്, നമ്മളെ മക്കൾ, നമ്മളെ ഫാമിലി, അപ്പൊ അങ്ങനെ അങ്ങ് കുറച്ചു കാലം പോയി. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾക്ക് നമ്മളേതായ സന്തോഷങ്ങളും ഹാപ്പിനെസ്സുകളൊക്കെ പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ എത്ര നാളായിരുന്നു? കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ എന്റെ മാരേജ് ആയിട്ട് 22 വർഷം. അപ്പൊ ഈ 22 വർഷം മുതൽ ഈ ജോബ്, മക്കൾ, ഫാമിലി, ജോബ്, മക്കൾ, ഏകദേശം ഒരു 13 കൊല്ലമായിട്ട് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ദുബായിൽ എത്തിപ്പെടുന്നത്, പ്രവാസിയായത്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഒരു 1 ഇയർ ബാക്ക് വരെ നമ്മളുടേതായ കുറെ പ്രശ്നങ്ങളും ജോലിയും അങ്ങനെയൊക്കെ പോയി, ഒറ്റ ട്രാക്കിൽ പോക്ക്. അപ്പൊ പിന്നെ ഇങ്ങനെ നമുക്ക് മെന്റലി ഒക്കെ ചിലപ്പോ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ടെൻഷൻ, വിഷമൊക്കെ ആവും. അപ്പൊ നമ്മൾ എന്തിലെങ്കിലും ഇൻവോൾവ് ആകുമ്പോൾ നമുക്ക് ആ ടെൻഷൻ മാറിപ്പോകും. അപ്പൊ നമ്മൾ അങ്ങനെ സോഷ്യൽ ആക്ടിവിറ്റി, വോളണ്ടിയർ ആയിട്ട് 10-18 വർഷമായിട്ട് ഞാൻ വോളണ്ടിയറും സോഷ്യൽ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട് നാട്ടിൽ തന്നെ. ഇവിടെ വന്നപ്പോ നമുക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടി, നല്ല നല്ല പിന്നെ കോണ്ടാക്ട്സ്, കാര്യങ്ങൾ. അപ്പൊ അവരായിട്ട് നമ്മള് ഇൻവോൾവ് ആയി. അപ്പൊ നമ്മള് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ ആ സമയത്ത് നമ്മള് ഇതിനു വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് കപ്പയും കാന്താരിയും. അല്ല, ഇവിടെ നമ്മൾ ഇവരെ ഇപ്പൊ ഇന്ന് ഫീച്ചർ ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അതാണ്. കാരണം ഈ പറയപ്പെട്ട എൻറ്റയർലി 2 വശങ്ങളിൽ നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് ലൈക്ക് ഒരു മെഡിക്കൽ ഫീൽഡും ആൻഡ് ഓഫ് കോഴ്സ് ഈ കലാമേഖലയിൽ പ്രത്യേകിച്ചും അഭിനയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അഭിനയിക്കുന്ന ഒരു വെബ് സീരീസ്, അത് UAE ബേസ് ആയിട്ട് തന്നെ നിർമ്മിക്കുന്ന ഒരു വെബ് സീരീസിൽ ഇവർ 2 പേര് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ആ വെബ് സീരീസിന്റെ പേര് കപ്പയും കാന്താരിയും. അതിപ്പോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൽ ഗംഭീര പെർഫോമൻസിലാണ്. നമ്മൾ ഇതിന്റെ കുറച്ച് സ്നിപ്പെറ്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് ഫീമെയിൽ കാസ്റ്റ്, എല്ലാം സ്ത്രീകളാണ്. അതിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണ്, ദിവ്യ. അപ്പൊ ആളുടെ ഒരു ഏറ്റവും വലിയൊരു സ്വപ്നാണ് ഈ ഒരു പ്രൊജക്ട് ഒരു വർഷങ്ങളായിട്ട്. ഞാൻ ഒരു 2 ഇയർ ആയിട്ട് ആളെ പരിചയമുണ്ട്. ആ 2 ഇയർ മുതൽ ആള് പറയുന്നതാ, കുറെ കാലമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, പക്ഷെ അത് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല റസിയാന്ന്. അങ്ങനെയാണ് പെട്ടെന്ന് അവർ TV 24 ചാനലും പിന്നെ അങ്ങനെ അത് ദിവ്യ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഒരു ലേഡിയാണ് ഞങ്ങൾക്ക് പിന്നിലുള്ളത്, ഞങ്ങളും ലേഡീസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സന്തോഷം ആ ഒരു ടീമിന്റെ മുന്നണിയിൽ മാത്രമല്ല പിന്നണിയിലും ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇപ്പൊ നമുക്ക് പലർക്കും ആഗ്രഹമുണ്ട്, പലരും ആ ആഗ്രഹത്തിനൊത്ത് പ്രയത്നിക്കാറില്ല, അതുകൊണ്ടാണ് പലർക്കും ചൊറിയാൻ പറ്റാത്തത്. പക്ഷേ ഇത് ഈ കപ്പയും കാന്താരിയും എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം അല്ലാതെ ന്യൂസ് റീഡേഴ്സൂടെയാണ് അല്ലേ? അതൊരു പാഷനാണ് ഞങ്ങളത്. നാട്ടില് ഞാന് പിന്നെ അല്ല അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നാട്ടിൽ ഞാന് പിന്നെ ACV ചാനലുണ്ട് നാട്ടില്. അപ്പൊ അതിൽ ഇന്റർവ്യൂവിന് പോയപ്പോ ഇന്റർവ്യൂ ഒക്കെ ആയിരുന്നു, പക്ഷെ അവര് വീഡിയോ ടെസ്റ്റ് നടത്തി. അതിൽ ഞാൻ പോയായിരുന്നു. കാരണം അതില് ഓരോ വേർഡ്സുകൾ പറയുമ്പോ എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ അന്ന് മടങ്ങി. പിന്നെ പലരും പറയും ഇങ്ങനെ ചിലപ്പോ ഹാങ്കറായിട്ടും ഇങ്ങനെയൊക്കെ പൊക്കൂടെ എനിക്ക്, കാരണം കുറച്ചധികം സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും. അപ്പൊ പിന്നെ നമ്മളൊരു ലൈഫിന്റെ ഇതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ നാട്ടില് വോയിസ് റെക്കോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ദിവ്യ സ്റ്റാറ്റസ് ഇട്ട് കണ്ടിട്ട് അവരങ്ങനെ ഹസ്ബൻഡ് അവര് പിന്നെ ഇതിനോടുള്ള താല്പര്യം അതുപോലെ എങ്ങനെയായിരുന്നു ഇതില്? എന്താണെങ്കിലും ഈ തുടക്കകാലത്തൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവത്തില്ലേ?
ഡ്യൂട്ടിയിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിട്ട് വീട്ടിൽ വരാം. അപ്പൊ നമ്മൾ വീട്ടിൽ വരുമ്പോ നമ്മൾ ചിന്തിക്കും, വേണ്ടാത്ത കുറെ ചിന്തിക്കും. അല്ലാതെ അറിയാലോ, നമ്മളങ്ങനെ വെറുതെ ഇരിക്കുമ്പോ നമ്മൾ നമ്മുടേതായ ലൈഫിലേക്ക് ചുരുങ്ങും. ഇതിപ്പോ എങ്ങനെ വെച്ചാൽ നമുക്ക് അതിന് ടൈമില്ല, ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പം നമ്മൾ 9:30 പോയിട്ട് 1:30 റൂമിൽ വന്ന ഉടനെ ഓടുന്ന ന്യൂസ് വായിക്കാനാണ്. അപ്പൊ നമുക്ക് അവിടെ ആലോചിക്കാം, നാട്ടിലായിരുന്നോ ഇത് നാട്ടിലെ ആയിരുന്നോ ഈ പറയുന്ന ഈ നമുക്കിപ്പം പറയും. മുന്നത്തെ പിന്നെ പറഞ്ഞ കൊറേ അപ്പൊ 1:30 അങ്ങനെ ന്യൂസ് വായിക്കാനായിട്ട് പോകും. അങ്ങനെ ന്യൂസ് വായിച്ച് വരിക, ഒരു കോഫി കുടിക്കുക, ഡ്യൂട്ടിക്ക് കയറാം. 5:30 to 9:30 ഡ്യൂട്ടി. അപ്പൊ നമുക്ക് അവിടെ ആലോചിക്കാനും ഒന്നിനും സമയമില്ല. പിന്നെ 9:30 വന്നാ പിന്നെ ആലോചിക്കണ്ടല്ലോ, നമ്മള് വരെ ഫുഡ് കഴിക്കാം, പിന്നെ നമ്മളെ ലോകം അല്ല ശരിക്കും ആ ഒരു ലൈക്ക് ഡിറ്റാച്ച്മെന്റ് നമ്മുടെ ഈ ബിസി ലൈഫിൽ ഒരേ ട്രാക്കിൽ പൊക്കോണ്ടിരിക്കുന്ന ലൈഫിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് എന്നുള്ളതിനപ്പുറത്ത് എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് വരുന്നതെങ്കിലും ഇന്നത് എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഒരു സൺഡേ ആണ് നമുക്കൊരു ഓഫ് കിട്ടുന്നത്. ഇപ്പത്തെ കാലത്ത് എല്ലാവരും സൺഡേ കിട്ടുമ്പോ അത് ഉറങ്ങി തീർക്കുക, അതൊരു ലൈഫായിട്ട് തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ റസിയ പറഞ്ഞു എന്നോട്, റോസി നമുക്ക് ഇങ്ങനെ ഓരോ ഇതിന് ഇറങ്ങിയാലോ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, പോയാലോ. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതെങ്ങനെ എപ്പോ കൊണ്ടുവരും നമുക്ക് അറിയില്ല, ഉറങ്ങിക്കിടക്കുന്ന ഒരു ആഗ്രഹം. അങ്ങനെ റസിയ പറഞ്ഞോടുകൂടി പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഓക്കെ, പിന്നെ ഞാൻ ഹസ്ബൻഡും ഉണ്ട് എനിക്ക്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവിടെ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ ഓക്കെ പൊക്കോ. അത് പിന്നെ പറയാതിരിക്കാൻ പറ്റൂല, ചേട്ടായി ഫുൾ സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ ഞാന് കുറെ പേരായിട്ട് കോണ്ടാക്ട്സ് ഉണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള ഒരു ദമ്പതികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. അവര് ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷാണ്. റോസി എന്ത് പറഞ്ഞാലും തോന്നാറുണ്ട്. അല്ല, ഇതിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്ത്, കാരണം ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർ പലരും ഉണ്ടാവും, അവരുടെ ചെയ്യുന്ന ജോലി എന്നല്ലാതെ ഇനി എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടതിലേക്ക് പോകണം. അപ്പൊ ഇതിനകത്ത് വന്നേക്കുന്ന ഒരു ഡിഫിക്കൽട്ടീസ് എന്തായിരുന്നു? നമ്മളോട് പലരും പറഞ്ഞു, എന്തിനു ഈ ഓഫ് കിട്ടുന്ന ദിവസം ഇങ്ങനെയൊക്കെ ചെലവാക്കി കളയുന്നേ, നിങ്ങക്ക് റെസ്റ്റ് വേണ്ടേ ലൈഫില്? എല്ലാവരും ചോദിക്കും. ഞങ്ങളൊക്കെ എന്തോരം റെസ്റ്റ് എടുക്കും, ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ഷീണമായിട്ട് തോന്നുന്നില്ല. ഇല്ല, ഒരാൾ ഇതുവരെ ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അയ്യോ എന്തോ ഇങ്ങനെ ഒരു ദുഃഖിച്ചിരിക്കുന്നേ ഒരാളും ചോദിച്ചിട്ടില്ല. മോർണിംഗ് നമ്മൾ വരുമ്പം ഡ്യൂട്ടിക്ക് കയറി വരുമ്പോ ഉറങ്ങുന്ന ഒരു ഫേസ് ആയിട്ട് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആ മുഖത്ത് ആ ഫ്രഷ് അത് കണ്ടിട്ട് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാ നിങ്ങൾ സമ്പാദിക്കുന്നതെന്ന്. അതെല്ലാം നമ്മുടെ ഈ സന്തോഷത്തിലൂടെയാണ്, കൊച്ചു കൊച്ചു സന്തോഷത്തിലൂടെ. പിന്നെ അത് മാത്രല്ല, നമുക്കിപ്പോ ഇവിടെ വരുമ്പോ എല്ലാവർക്കും പല പ്രശ്നങ്ങളുണ്ടാവും എല്ലാരും വരുമ്പോ. അപ്പൊ അതിങ്ങനെ ഒരുപാട് തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ റൂട്ടിലോട്ട് പോകും. അപ്പൊ അതേ സ്ഥാനത്ത് നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, ജസ്റ്റ് ഒന്ന് മക്കൾക്ക് മെസ്സേജ് അയക്കുന്നു, പിന്നെ നമ്മൾ അടുത്തതിൽ ഇൻവോൾവ് ആകുന്നു, ആലോചിക്കാനുള്ള ടൈമില്ല. പിന്നെ സൺഡേ ഞാൻ റൂമിൽ ഉണ്ടാവാറില്ല. രാവിലെ 8 മണിയാകുമ്പോ തന്നെ നമുക്ക് ക്യാമ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വോളണ്ടിയർ ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിൽ ഇൻവോൾവ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു സൺഡേ ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഉണ്ടാവും. ഇപ്പൊ ആ ഒരു സൺഡേ നമ്മൾ കപ്പയും കാന്താരിക്കും വേണ്ടിയിട്ട് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോ ടാസ്ക് പറഞ്ഞാല് ശരി. ഈ ഒരു ശരിക്കും ഈ കപ്പയും കാന്താരി നമുക്ക് അതിന്റെ പോസ്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അണിയറയിൽ ഉൾപ്പെടെ എല്ലാം സ്ത്രീകളാണെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ പുരുഷന്മാരുടെ ആൺകുട്ടികളുടെ സൗഹൃദങ്ങൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീ സൗഹൃദങ്ങളെ കുറിച്ച് ആരും അങ്ങനെ അധികം പറഞ്ഞു കേട്ടിട്ടില്ല, ആരും അധികം അത് ആഘോഷിച്ചിട്ടുമില്ല. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ബോണ്ടേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊളോക്കിയൽ നാട്ടു നടപ്പാനുണ്ടല്ലോ, ഒരിക്കലും ഒരു ഒരു സ്ത്രീ സൗഹൃദങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, ഫ്രണ്ട്സ് ആയിരിക്കാൻ പറ്റില്ല വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലൂടെ തൊട്ടേ തുടങ്ങിയ സൗഹൃദമാണ് ഇവിടെ വരെ. ഇവിടെ 10 വർഷം മുൻപ് നാട്ടിൽ വെച്ച് തന്നെ പരിചയമുള്ളവരാണ്. 2013 ലാസ്റ്റില് നാട്ടിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പില് നാട്ടില് റംല എന്നിട്ട് ഞങ്ങള് ബ്യൂട്ടീഷ്യൻ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു അപ്പൊ നാട്ടില് ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടില് റംല എന്ന് പറയുന്ന എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ആളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിലൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടാളും സംസാരിക്കുന്നത്. കണ്ടിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് പോന്നു 13 ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പോഴാണ് അവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പക്ഷെ അതിലൂടെ എന്തിലും ആക്റ്റീവ് ആണല്ലോ, എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് കിട്ടിയാൽ മതി, പിന്നെ അതങ്ങ് തള്ളി തകർത്തോളൂ. അങ്ങനെ അതിൻ്റെ അപ്പം ഞങ്ങൾ തമ്മിൽ സംസാരിക്കും. അങ്ങനെ ഒരു ദിവസം 2015 ലാസ്റ്റില്
ഒരു ദിവസം മോർണിംഗിൽ ഇവള് വിളിക്കുകയാണ്, ഞാനിവിടെ എത്തിയിട്ടുണ്ട്. വന്നു ഞാന് സർപ്രൈസ് ആയിരുന്നു. അപ്പൊ അപ്പൊ ഞാൻ പാലസിലാണ്, നമുക്ക് എന്തിനും ഒരു പരിധിയുണ്ട്, പാലസിലൊക്കെ നമുക്കൊരു പരിധിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അവിടെ ഷെയ്ക്കോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ഓക്കെ ഇറ്റ്സ് ഓക്കെ പോയി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് ലൈഫിൽ ആദ്യമായിട്ട് കാണുന്നത്. 2-2.5 വർഷത്തിന് ശേഷം ഞങ്ങള് തമ്മിൽ കാണുന്നത് ദുബായിൽ വാസികളായിട്ടാണ് കാണുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അന്ന് കണ്ടിട്ട് എനിക്ക് 2 പാക്കറ്റ് ഈത്തപ്പഴം നന്നായിരുന്നു. അത് ഞാൻ ഇത് ഓർക്കുന്നു. ആ ഡേറ്റ്സ് ആണ് ഞങ്ങള് തമ്മിൽ അടുപ്പിച്ചത്. അല്ല, ഈ ഷോർട്ട് ഫിലിം ഇപ്പൊ എത്ര സീരീസ് ആയി? 5th പിടിച്ചു. ഓ 5th 5ാമത്തെ എപ്പിസോഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡില് റോസി, തേർഡ് തൊട്ടാ ഞാൻ വന്നത്. പുതിയൊരു കഥാപാത്രമായി റോസി വരുന്നു. അല്ല, റോസി ലണ്ടനിൽ പഠിക്കാൻ പോയ കൊച്ചുകുട്ടിയായിരുന്നു. അത് തിരിച്ച് മടങ്ങി വന്ന 3ാമത്തെ എപ്പിസോഡിലാണ്. ഇട്ട് കൊടുക്കുമ്പോ ആൾക്ക് ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് ജോയിൻ ആവണോ? പിന്നെ നമ്മുടെ അവർ TV 24 എന്ന് പറഞ്ഞാല് അതിന്റെ ഫൗണ്ടർ ഷാജി സാറാണ്. അപ്പൊ സാർ എന്ന് പറഞ്ഞാല് എനിക്കൊരു ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഇപ്പോ ഞങ്ങൾക്ക് കുറച്ച് ഏജ് ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഈ ഒരു പ്രായത്ത് സാറ് ഒന്നും നോക്കിയില്ല, ഞങ്ങൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ആരാണെന്നൊന്നുമില്ല. ഞങ്ങളെ കുറച്ച് കണ്ട ഒരു പരിചയം, ആ പരിചയത്തില് അദ്ദേഹം പറയാണ് നിങ്ങൾ ന്യൂസ് റീഡ് ചെയ്യാൻ വരണം. ദേവുവാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ദേവുവിന്റെ സുഹൃത്താണ് ഞങ്ങള്. അപ്പൊ ദേവു വഴി ഞങ്ങൾ അവർ TV 24 അപ്പോ പലരും പറഞ്ഞു ഇവർക്ക് അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഇതെന്താ ന്യൂസ് റീഡ് ചെയ്യാൻ കുറച്ച് പ്രൊഫഷണൽസിനെ വെച്ചൂടെ, കമന്റ്സ് ഒക്കെ വന്നു. അപ്പൊ സാറോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, സാറിന് ഇനി അതുകൊണ്ട് ഒരു വിഷമം വേണ്ട. അപ്പൊ സാറ് പറഞ്ഞത് റസിയ, പ്രൊഫഷണലിസ്റ്റിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്, നിങ്ങളെ പോലെയുള്ളവർക്ക് ആരവസരം തരാനാണ്. അപ്പൊ ഞാൻ മെയിൻ ചെയ്യുന്നത് ആഗ്രഹമുള്ളവർക്ക് ഒരവസരം, ഒരു വേദി ഞാൻ കൊടുക്കുന്നു. ഇനിയും ഒരുപാട് പേർക്ക് അവർ TV 24 അവസരങ്ങളുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് അവർ TV 24 അവസരങ്ങൾ പലയിടത്തും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. പ്രോപ്പർ ആയിട്ട് നമ്മൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഇവിടേക്ക് വരുന്ന പ്രവാസികളിൽ പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് കടന്നു വരുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല പാഷൻസുമായിട്ട് നാട്ടിൽ നമ്മളിപ്പോൾ പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, ഡാൻസ് ആയിരിക്കും, അഭിനയിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും പ്രവാസത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കുഴിച്ചു മൂടുക എന്ന് പറയുന്നതാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നമുക്ക് ഉണ്ടാക്കുന്ന കോൺടാക്ട്സ് മാക്സിമം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവരോടും ഷെയർ ചെയ്യുക. ചിലപ്പോൾ എവിടെ ഒരു വാതിൽ തുറന്നു പറയാം. എനിക്ക് പലപ്പോഴും തോന്നുന്നു നാട്ടിലേക്കാട്ടിൽ ഇവിടെയാണ് ഒരു പക്ഷെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. അല്ലേ? ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ ഓണത്തിന് 2-3 ഡാൻസ് ഒക്കെ കളിച്ചു. ഈ ഓണത്തിനുണ്ടോ? ഈ ഓണത്തിന് സമയമില്ലാത്ത 1-2 മാറി നിൽക്കും. കപ്പിയും കാന്താരിയിലും തിരുവാതിര ഉണ്ടാവും. അതിനായിട്ട് ഇത് എന്താ ശരിക്കും ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ ഒരു വെബ് സീരീസിന്റെ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്താണ്? അതെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞങ്ങള് ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ട്, ലേഡീസ്. അവരൊക്കെ ഈ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് അങ്ങോട്ട് ഇൻവോൾവ് ആയ ആൾക്കാരാണ്. അപ്പൊ അവരുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നു വന്നിട്ടുണ്ട്. ഇപ്പോ ബാച്ചിലേഴ്സ് ആയാലും ഫാമിലി ആയിട്ടായാലും. അപ്പൊ നമ്മള് ആ പ്രവാസികളുടെ വിഷമങ്ങളും സന്തോഷങ്ങളും അത് ഓരോ വെബ് സീരീസ് ആയിട്ട് നമ്മള് എത്തിക്കുന്നു. ഒരു മെസ്സേജ്, ഒരു വെബ് സീരീസിൽ ഒരു മെസ്സേജ് ഉണ്ടാവും. അതാണ് കണ്ടന്റ്. ഇനി നിങ്ങളുടെ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? ഒരു ഗോൾ സാധനം പറഞ്ഞു. അല്ല, നമ്മുടെ ആഗ്രഹം, നമ്മുടെ എന്താ പറയാ, ഒരു അച്ചീവ്മെന്റ്. നമ്മളിവിടെ ഇത്രയും വർഷമായി ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. അതിൽ ചിലതൊക്കെ നമുക്ക് നടക്കും. പിന്നെ നമുക്ക് എന്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പടവുകൾ കഴിഞ്ഞിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ട് എത്തിയ ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫിൽ. അപ്പോൾ എല്ലാം നടന്നിട്ടില്ലെങ്കിലും നമുക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു ഇത്രയും ഏജിൽ ഇനിയൊന്നും ഹോസ്പിറ്റലിൽ ജോലി കിട്ടില്ല, ഗൾഫിലൊന്നും പോണ്ട എന്ന് പറഞ്ഞിട്ട് കുറെ ഡീമോട്ടിവേറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഈ വർഷമാണ് എനിക്ക് ജോലി കിട്ടിയത് ഹോസ്പിറ്റലിൽ. ഓക്കെ, ഇപ്പൊ ഒക്കെ ഒരു 38 വയസ്സ് വരെ ഉള്ളവരെ മതി ഇപ്പൊ, പ്രത്യേകിച്ച് നഴ്സിംഗ് ഫീൽഡിലൊക്കെ. പിന്നെ ഹോം കെയറിൽ മാത്രം 50 വയസ്സ് അവർ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഒരു വെബ് സീരീസ് ചെയ്യാൻ പിന്നെ പാഷനാണ് ന്യൂസ് റീഡ് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം. അതൊക്കെ എന്റെ ഈ ഒരു ഏജിൽ നടന്നില്ലേ? അപ്പൊ എനിക്കൊരു കോൺഫിഡന്റ്, ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. നമ്മള് 100 വട്ടം ഒരെണ്ണം നടക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ ഞങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നടക്കോ എന്നൊന്നും അറിയില്ല.
പറഞ്ഞോ നീ പറയടാ. നാണാണ്. നാണമല്ല, പറയാ തുറന്നോ. ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടുള്ള ഞങ്ങളുടെ ചെപ്പിലെ ആഗ്രഹം റസിയെ തുറക്കും. അല്ല, നമുക്ക് നാട്ടിലൊക്കെ നിൽക്കുമ്പോഴേ ദുബായ് എന്ന് പറയുമ്പോ ഒരു സ്വപ്നഭൂമിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം വരാനും കാണാനൊക്കെ വലിയ ആഗ്രഹങ്ങളാണ്. ഇപ്പൊ ഇവിടെ വന്നു, നമ്മൾ ഇവിടെയൊക്കെ കണ്ടു, നമുക്ക് ഒരുപാട് സന്തോഷാണ്. ഇവിടെയുള്ള ഗാർഡനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടുത്തെ ആ സെറ്റിങ്സ്, ഞാൻ എപ്പോ പോകുമ്പോഴും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെയുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഭരണാധികാരിനെ ഒന്ന് നേരിട്ട് കാണണം എന്നുള്ള ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം അതാണ്. എന്നുള്ള ഒരു നമ്മൾ ആഗ്രഹങ്ങൾക്കൊന്നും നമ്മൾ അതിർവരമ്പുകൾ വെക്കാൻ പാടില്ല. എല്ലാ ആഗ്രഹങ്ങളും സബലീകരിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആശംസിക്കുന്നു. അപ്പൊ എന്താണ് ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ. ഒരുപാട് എല്ലാ രീതിയിലും ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ തന്നെ അല്ലേ, പ്രൊഫഷണൽ ആണെങ്കിലും ഇതുപോലെ പാഷനിലാണെങ്കിലും എല്ലാം കൊണ്ടും ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഗോൾ എല്ലാം നേടാൻ സാധിക്കട്ടെ. ഇതുപോലെ മനസ്സിൽ ആഗ്രഹം കൊണ്ടിട്ട് നടക്കുന്ന, അവർക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നാലും വേറെ ജോലിയാണ് ചെയ്യുന്ന, അവരോട് എന്താണ് പറയാനുള്ളത്? നമ്മളൊരു കാര്യം ആഗ്രഹിക്കണം. ആദ്യം ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പ്രയത്നിക്കണം. നമ്മൾ കുറേ ഓടിയാലേ അതിന്റെ ഒരു എന്താ പറയാ ലക്ഷ്യത്തിലെത്താൻ പറ്റും. കുറെയൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് ഇനി മടുത്ത് എനിക്ക് വയ്യ അങ്ങനെ ഇരിക്കരുത്. കാരണം നമ്മൾ ട്രൈ ബെസ്റ്റ് എന്നാ പറഞ്ഞിരിക്കണം. ട്രൈ ചെയ്തോണ്ടിരിക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിനുള്ള റിസൾട്ട് കിട്ടും. ഈ ഒരു 47 വയസ്സിൽ ഞങ്ങൾക്ക് ഇവിടെ വരാന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ചെറിയ പ്രായമുള്ള നമ്മുടെ ഇവിടെ ഒരുപാട് പേര് വിസിറ്റിന് വന്നിട്ട് ജോലി കിട്ടാതെയും ഒരുപാട് പ്രശ്നത്തിലുണ്ട്. ചിലപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഇല്ലാന്ന് ബുദ്ധിമുട്ടി വിളിക്കാറുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ആള് ഫുഡ് കിറ്റ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതേപോലെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനെ വിളിക്കും. ആളിവിടെ വളണ്ടിയർ ആണ് ഇവിടുത്തെ ദുബായിയുടെ ഇതില്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ കുറച്ച് ഇന്റർവ്യൂവിനൊക്കെ പോയ പിന്നെ വല്ലാത്തൊരു വിഷമാണ്, എനിക്ക് ലൈഫിൽ ഒന്നും ആവാൻ കഴിഞ്ഞില്ല, നാടും വീട് വന്നു, ഇനി മടുത്തു, അങ്ങനെ ചിന്തിക്കരുത്. ചെയ്തോണ്ടിരിക്കണം. നമുക്ക് ഏത് ജോബാണ് കിട്ടി അതിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആ പാഷൻ നമ്മൾ വിടരുത്. ഇപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഞങ്ങൾ രണ്ടുപേരും. ജീവിതത്തിൽ ഒരു പാഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് ഒതുക്കി വെച്ചിട്ട് ലൈഫ് ഇങ്ങനെ ഒരേ റൂട്ടിൽ പോയിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ ട്രാക്ക് തിരിഞ്ഞ് അവർ TV 24 ഞങ്ങൾ വന്നത്. ഇപ്പൊ പലരും കപ്പയും കാന്താരിയിലും അല്ലേന്ന് ചോദിക്കുമ്പോ നമുക്ക് സന്തോഷമാണ്. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അതും കൂടി ഉണ്ടല്ലോ. ഞങ്ങള് വഴിയിൽ ഇടറി വീണവരാ. പക്ഷെ അബുദാബി പോയിട്ട് ലൈഫില് ഞങ്ങൾക്ക് പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, വൈകിയാണെങ്കിലും. അല്ല, അത് ശ്രമങ്ങൾ ഉപേക്ഷിക്കാതെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ തേടി അംഗീകാരങ്ങൾ എന്തായാലും എത്തിക്കും. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു അല്പം വൈകിയേക്കാം, എന്നിരുന്നാലും അത് എത്താതിരിക്കില്ല. അംഗീകാരങ്ങളാണെങ്കിലും ശരി, അതുപോലെ അപ്രീസിയേഷൻസും അത് വന്നുകൊണ്ടിരിക്കും. ഇനിയും ഒരുപാട് അപ്രീസിയേഷൻസ് നിങ്ങളുടെ വഴിയിൽ വരട്ടെ. ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് ദിൽസ 90.5 ഈ ഹോട്ട് സീറ്റിൽ നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ കപ്പയും കാന്താരയുടെ ഫീച്ചർ ഒരുപക്ഷെ നമ്മൾക്കിപ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചതിന്റെ പുറത്തായിരിക്കും ഞങ്ങൾ ഇവിടെ ഫീച്ചർ ചെയ്യാൻ വേണ്ടി പോകുന്ന അത്തരം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. പ്ലഷർ വാസ് അവേഴ്സ്. താങ്ക് യു. കാണാം കേട്ടോ.